മുത്തശ്ശനാണ് ഈ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. ഉണ്ടോ, ലൈവായിട്ടൊരു ബാംഗിൾ പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് വേണ്ട രീതിക്ക് പോളിഷ് ചെയ്തിട്ട് ഒരു പെയർ തരും. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഹവാ മഹൽ. ഈ സാധനം കാണാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഓൾ ഇന്ത്യ ട്രിപ്പിൽ അങ്ങനെ നമ്മൾ 2 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും കവർ ചെയ്തിട്ടുണ്ട്, യുപിയും കവർ ചെയ്തിട്ടുണ്ട്. യുപിയിൽ ഒരു 15 to 18 ദിവസം നിന്നിട്ട് നമ്മൾ 6 ദിവസം ഡൽഹിയിൽ നിന്ന് ഡൽഹി മൊത്തം കറങ്ങി. ഇപ്പോൾ രാജസ്ഥാൻ വന്നേക്കാണ്. ആൻഡ് വെൽക്കം ടു രാജസ്ഥാൻ സീരീസ്. ഇവിടെ നമ്മൾ മെയിൻ ടൗണുകളല്ലാതെ കുറച്ച് ഡെസേർട്ട് ഏരിയയും കുറച്ച് വില്ലേജും കവർ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. രാജസ്ഥാൻ വരാമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. മഞ്ഞും മരുഭൂമിയും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് 2 കാര്യങ്ങൾ. സോ അതിലത്തെ രാജസ്ഥാൻ എത്തി. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ജയ്പൂരാണ്. ജയ്പൂരിൽ പറയത്തക്ക മരുഭൂമി ഇല്ല, അവിടെ പ്ലെയിൻ ഏരിയകളാണ് കൂടുതലും ജയ്സൽമീർ ഭാഗത്ത് എത്തുമ്പോഴാണ് കൂടുതലും മരുഭൂമി വരുന്നത്. സോ വെൽക്കം. കണ്ടു, രാജസ്ഥാനിൽ നമ്മുടെ ഫസ്റ്റ് ഫുഡ് തന്നെ ബാട്ടിയാണ്. ഡാൾ ബാട്ടി എന്ന് പറയും. കണ്ടു, കൊഴക്കട്ട പോലൊരു സാധനം ഡാൾ വെച്ചുണ്ടാക്കുന്ന ഇത് കഴിക്കാൻ നമുക്ക് ഒരു പരിപ്പ് കറിയും എല്ലാം തരും. കറക്റ്റ് കൊഴക്കട്ട അല്ലേ? അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അത് മണ്ണിൽ ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെടുത്ത് നമ്മളൊരു ഡാൾ കറിയിൽ മുക്കി ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു ഫുഡ് ഈ ബാട്ടിയാണ്. അവർ ഈ മണ്ണുകളിലൊക്കെ കുഴി കുത്തിയിട്ട് ഇത് ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് ഏതെങ്കിലും വില്ലേജുകളിലായിട്ട് പോകാൻ പറ്റുമോ, അവിടുത്തെ ആൾക്കാരുടെ ഭക്ഷണ രീതികളോ അവരുടെ കൾച്ചറെല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കുക. കണ്ടോ, യാത്ര ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെ. ജയ്പൂർ മെട്രോ ഉള്ള കാര്യം എനിക്കറിയേണ്ടതില്ല, ഇവിടെ വന്നപ്പോൾ അത് കാണുന്നത്. കണ്ടോ, ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. UPI വെച്ചിട്ട് ചെയ്യാം. വെറും 6 രൂപയെന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് 12 രൂപ വന്നു ഒരു 3-4 സ്റ്റേഷൻ കവർ ചെയ്യാനായിട്ട്. അത്രയും ചീപ്പ് എന്ന് പറയില്ലേ, അത്രയും ചീപ്പ്. നമുക്ക് ടൗണിൽ നിന്ന് തന്നെ, ജയ്പൂർ ടൗണിൽ നിന്ന് തന്നെ സിദ്ധി ക്യാമ്പ് എന്താണ് ഇതിൻ്റെ പേര്, അവിടുന്ന് ബദി ചൗപ്പർ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ മഹാമഹലിൻ്റെ അടുത്തുള്ള മെട്രോയ്ക്കുള്ള സ്റ്റോപ്പ്. ഒരു 3-4 സ്റ്റോപ്പ് വരുന്നുള്ളൂ. 12 രൂപ, വെറും 12 രൂപ. ഓട്ടോക്കാരൻ പോലും എൻ്റെ അടുത്ത് 60 രൂപ ചോദിച്ചു. കേട്ടോ, ബഡി ചൗപ്പർ എന്നാണ് നമ്മുടെ സ്റ്റേഷൻ്റെ പേര്. (2015) ജയ്പൂർ മെട്രോ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ 2 ലൈനുണ്ട്. ഇപ്പോഴും ഇവിടെ കോയിൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹവാ മഹലിൻ്റെ അടുത്തെത്തി. ഫസ്റ്റ് തന്നെ ഹവാ മഹൽ കാണാൻ പോകുന്നത്. രാജസ്ഥാൻ വന്ന ഒരിക്കലും, ജയ്പൂർ വന്ന് എന്തായാലും മിസ് ചെയ്യാൻ പാടാത്ത ഫസ്റ്റ് സ്പോട്ടാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയേക്കാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഹവാ മഹൽ. ഈ സാധനം കാണാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇതെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഹവാ മഹലിൻ്റെ ഫ്രണ്ടാണെന്നാണ്. പക്ഷേ ഇത് ഫ്രണ്ടല്ല, ഇത് ഹവാ മഹലിൻ്റെ ബാക്ക് സൈഡാണ്. ആൻഡ് ഇതിൽ 900-ന് മേലെ ചെറിയ ചെറിയ വിൻഡോ പാളികൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ള എന്തിനാണെങ്കിൽ പണ്ട് ഇതിൽ താമസിച്ചിരുന്ന സ്ത്രീകൾക്ക് പുറത്തെ ഫെസ്റ്റിവൽസ് കാണാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ മഹലിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. 52 രൂപയാണ് ടിക്കറ്റ്. കണ്ടോ, 52 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഇത് വെച്ചിട്ടാണ് ഉള്ളിൽ പോവുക. ഉള്ളിൽ വീഡിയോഗ്രാഫി ആണോ എന്ന് അറിയില്ല. ഇതാണ് ശരിക്കുള്ള ഹവാ മഹലിൻ്റെ എൻട്രി വരുന്നത്. എല്ലാവരും മറ്റേതാണ് എൻട്രി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എൻട്രി അല്ല, അതതിൻ്റെ ബാക്ക് സൈഡാണ്. ചുവപ്പും പിങ്ക് കളറും ഉള്ള സാൻഡ്സ്റ്റോൺ കൊണ്ട് 1799 അന്നത്തെ രാജാവ് സവായ് പ്രതാപ് സിംഗ് നിർമ്മിച്ചാണ് ഹവാ മഹൽ. ഹണികോം രൂപത്തിലുള്ള ജനലുകൾ തന്നെയാണ് ഈ മഹലിനെ വ്യത്യസ്തമാക്കുന്നത്. ലാൽചന്ദ് ഉസ്താദാണ് ഈ നിർമ്മിതിക്ക് പുറകിൽ. 5 നിലകളാണ് ഈ മഹലിനുള്ളത്. ഇതിൽ ജറോഗാസ് എന്ന് പറയുന്ന ഈ ജനലുകൾ 953 എണ്ണം ഉണ്ട്. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം റോയൽ സ്ത്രീകൾക്ക് പുറത്ത് നടക്കുന്ന വിശേഷങ്ങളും ഉത്സവങ്ങളും മറ്റാളുകൾ അവരെ കാണാതെ കാണാനായിരുന്നു. ഈ ജനൽപ്പാളികൾ കണ്ടു, ഇങ്ങനത്തെ ഒരു ലോക്ക കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു സാധനം ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഉണ്ടോ ടൈറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ഊരിയെടുത്ത് നമുക്ക് പുറത്തെ വ്യൂ കാണുകയും ചെയ്യാം. കൂടാതെ ഈ ജനൽ പാളികൾ തുറന്നു കിടന്ന് നല്ല രീതിക്ക് കാറ്റ് കടന്ന് ചൂട് കാലങ്ങളിലും തണുത്തിരിക്കാൻ സഹായിക്കും. 15 മീറ്റർ ഉയരമാണ് ഹവാ മഹലിനുള്ളത്. പുറമേ നിന്ന് ഹണികോം സ്ട്രക്ചർ ആണെങ്കിലും ഉള്ളിൽ തൂണുകളും നടുമുറ്റും വരാന്തകളുമാണ്. ഇനി ഇതിന്റെ ആർക്കിടെക്ചർ സൈഡ് പറഞ്ഞാൽ രജ്പുത്ത് ആർക്കിടെക്ചറിന്റെയും ഇസ്ലാമിക് മുഗൾ ആർക്കിടെക്ചറിന്റെയും ഒരു ഫ്യൂഷൻ പോലെയാണ് പല തൂണുകളും ആർച്ചുകളും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കണ്ടോ മഹലിനെ പെയിന്റ് അടിച്ച് അവർ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുക, ആ മഞ്ഞ കളർ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിന്റെ പല ഭാഗത്തും ആളുകൾ ഇരുന്ന് പാട്ടുകളും പാവക്കൂത്തും നടത്തുന്നുണ്ട്. ഞാനിവിടെ തന്നെ ബാംഗിൾസ് ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ വന്നേക്കാണേ. കണ്ടു, ഈ മുത്തശ്ശനാണ് ഈ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ലൈവായിട്ടൊരു ബാംഗിൾ പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. നമുക്ക് വേണ്ട സൈസിൽ അവർ ഉണ്ടാക്കി തരും. അതിന് വേണ്ട മെറ്റീരിയൽസും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ലൈവ് ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരും, അതുപോലെ ഉണ്ടാക്കി തരും. ഒരു പെയർ ഇതുപോലെ ഉണ്ടാക്കാൻ വരുന്നത് 300 രൂപയാണ് കേട്ടോ. 300 അതിന് മേലുണ്ട്. കണ്ടോ, ഈ സൈസ് പോലത്തെ വലിയ സൈസുകളെല്ലാം ചെയ്യാൻ ഒരു 500 രൂപ വരുന്നുണ്ട്. നമ്മൾ ചെറുതൊന്നാണ് പറഞ്ഞിട്ടുള്ളത്. 40 വർഷമായിട്ടാണ് ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. കണ്ടോ, ഇതാണ് ആ മെറ്റീരിയൽ. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് വേണ്ട രീതിക്ക് പോളിഷ് ചെയ്തിട്ട് ഒരു പെയർ തരും. കണ്ടോ, നമുക്ക് ലൈവായിട്ട് ബാംഗിൾസ് ഉണ്ടാക്കി തന്നു. ആപ്കാ നാം? मोइनुद्दीन खान। മൊയിനുദ്ദീൻ ഖാൻ. 40 years this shop. 40 साल से कर रहा है। ഓ, 40 വർഷമായിട്ട് ഈ കട പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടിപൊളി ബാംഗിൾസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 300 രൂപയെ. ഭയ്യ താങ്ക് യു. ഇതിൻ്റെ തൊട്ടടുത്ത ഷോപ്പുകളിൽ നിന്ന് ഒരുപാട് ഹാൻഡ് വർക്ക് സാധനങ്ങളുണ്ട്. ഭയങ്കര രസമുള്ള ഹാൻഡ് വർക്ക് സാധനങ്ങളാണ്. അതൊരുപാട് ഷോപ്പുകളും ഉണ്ട്. ഒരുപാട് ഷോപ്പുകളും ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇന്നൊരു വെള്ളിയാഴ്ച ആയിട്ട് പോലും ഹവമാലിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊരു തിരക്കാണ്. ഈ സ്റ്റോറുകളിൽ വരുന്ന ആൾക്കാർക്കും ഒരു കുറവുമില്ല.